ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാജമായ വാർത്തകളും തെറ്റായ വഴിനടത്തലുകളും ആകർഷകമായ കള്ളങ്ങളും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആരാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു കാവലാണ് ലൂക്കോസ് 21:8. AD 60-നും 80-നും ഇടയിൽ വൈദ്യനായ ലൂക്കോസ് എഴുതിയതാണ് ഈ സുവിശേഷം. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ യെരുശലേം ദേവാലയത്തിന് സമീപം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു അടിയന്തര മുന്നറിയിപ്പാണിത്. വചനം ഇപ്രകാരം പറയുന്നു: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേര് അടുത്തു വരും. അവരെ അനുഗമിക്കരുത്. ഈ ദേവാലയത്തിന്റെ ഭംഗി, യെരുശലേം ദേവാലയത്തിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന ശിഷ്യന്മാരോട് ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് യേശു പ്രവചിച്ചു. പരിഭ്രാന്തരായ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? ഇതിന്റെ ലക്ഷണം എന്താണ്? എന്നാൽ യേശു അവർക്ക് തീയതിയല്ല നൽകിയത്, മറിച്ച് അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നതായിരുന്നു. കാരണം മനുഷ്യൻ എപ്പോഴൊക്കെ ഭയത്തിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ കടന്നു പോകുമ്പോൾ അപ്പോഴൊക്കെ അവൻ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, വഞ്ചന എപ്പോഴും ശത്രുവിന്റെ വേഷത്തിലല്ല വരുന്നത്, മറിച്ച് ഒരു സുഹൃത്തിൻ്റെയോ രക്ഷകന്റെയോ വേഷത്തിലാണ് വരുന്നത്. നമ്മെ ആകർഷിക്കുന്ന പല തത്വശാസ്ത്രങ്ങളും ചിന്താഗതികളും ഇന്ന് ഈ ലോകത്തുണ്ട്. ഞാൻ പറയുന്നതാണ് വഴി, എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ യേശു വ്യക്തമായി പറയുന്നു, അവരുടെ പിന്നാലെ പോകരുത്. വഞ്ചനയിൽ നിന്ന് നമ്മെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം? നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കള്ളനോട്ടുകൾ തിരിച്ചറിയാനായിട്ട് ബാങ്ക് ജീവനക്കാർ ചെയ്യുന്നത് യഥാർത്ഥ നോട്ടുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നതാണ്. അതുപോലെ ലോകത്തിലെ തെറ്റായ വഴികളെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ യഥാർത്ഥ വചനത്തെ നാം ആഴത്തിൽ മനസ്സിലാക്കണം. ദൈവവചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തു നിന്ന് വരുന്ന ഒരു വ്യാജ ശബ്ദത്തിനും നിങ്ങളുടെ വഴി തെറ്റിക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ പെട്ടെന്ന് ആരുടെയെങ്കിലും പുറകെ ഓടുന്നവരാകരുത് നമ്മൾ. വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലും വചന വായനയിലും ജാഗ്രതയുള്ളവരായിരിക്കുക. സത്യമായ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ജീവിതം ആഴത്തിൽ വേരൂന്നിയതാണെങ്കിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും നമ്മൾ അടിയുറച്ച് നിൽക്കും. യോഹന്നാന്റെ സുവിശേഷം 14:6 കർത്താവ് നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതെ, അവൻ വെറുമൊരു വഴി കാണിച്ചു തന്നവനല്ല, അവൻ തന്നെയാണ് വഴി. അവൻ വെറുമൊരു കാര്യം പ്രസ്താവിച്ചവനല്ല, അവൻ തന്നെയാണ് സത്യം. അതുകൊണ്ട് നിങ്ങളുടെ ആകുലതകളും ഭയങ്ങളും സംശയങ്ങളും കൺഫ്യൂഷനും എന്തു തന്നെയായാലും നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ മാത്രം ആശ്രയിക്കുക. ഒരു ന്യായശാസ്ത്രി ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം? ലൂക്കോസ് 10:25 മുതൽ 27 വരെ കാണാം. അതുപോലെ തന്നെ മർക്കോസ് 12:30, മത്തായി 22:37. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും കൽപ്പിച്ചു.
രക്ഷപ്പെടുവാൻ എന്താ ചെയ്യണ്ടേ? നാം പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക, അവനെ അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിയെയോ ചിന്തകളെയോ അല്ല, അവനെയാണ് നാം പൂർണ്ണമായി വിശ്വസിക്കേണ്ടത്. പലരും പറയും വിശുദ്ധ ബൈബിൾ പലരും തിരുത്തി എഴുതിയതാണെന്നും പിന്നീട് വന്നിട്ടുള്ള മറ്റു പല പുസ്തകങ്ങളുമാണ് ശരിയെന്നും. ചിലർ പറയും അങ്ങനെ ഒന്നും സംഭവമേയില്ല, വെറും കെട്ടുകഥയാണെന്ന്. ആ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വഞ്ചിതരാകരുതെന്ന് മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ രക്ഷകൻ നമ്മോട് കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് നാം അവിടേക്കും ഇവിടേക്കും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഓടുന്നത്? ചിലർ കാണാറുണ്ട്, രക്ഷപ്പെടുന്നത് അവിടെയാണ്, അവിടെ പോകണം, രക്ഷപ്പെടുന്നത് ഇവിടെയാണ്, ഇങ്ങോട്ട് പോകണം. പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കർത്താവിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ സ്നേഹത്തിലും സത്യത്തിലും അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാതിരിക്കുകയില്ല. നിങ്ങളുടെ മുന്നിൽ പല വഴികളും തുറന്നു തരും. അത് കർത്താവ് തരും. പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു സുപ്രഭാതം കൂടെ നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ, ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ചേർത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം ശ്രമിക്കുന്നവരെയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരെയും ഈ നിമിഷത്തിൽ നീ ആത്മാർത്ഥമായി അനുഗ്രഹിക്കണമേ. അവരുടെ ഇത്ര വലിയ ആവശ്യങ്ങളായാലും നീ കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണമേ. നിന്റെ തൃപ്പാദത്തിൽ അവർ സംരക്ഷിച്ചോളിടമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും കർത്താവേ നീ അവരെ രക്ഷിച്ചുകൊള്ളണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന പലരും ഈ സുപ്രഭാതത്തിൽ ഇത് കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ. നിന്റെ കൃപ അവരോട് കൂടെയിരിക്കണമേ. ഇനി ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന പലരും ഉണ്ടല്ലോ കർത്താവേ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന, വേദനകൾ അനുഭവിക്കുന്ന, ഒരു സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഇനി മുമ്പോട്ട് ജീവിക്കേണ്ട എന്ന് കരുതിയ പലരും ഉണ്ടല്ലോ കർത്താവേ. നീ നായകനാണ്, നീ രക്ഷകനാണ്, നീയാണ് വഴി, നീയാണ് സത്യം എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ ഹൃദയത്തെ കർത്താവേ നീ അഭിഷേകം ചെയ്യണമേ. നീ രൂപാന്തരം കൊടുക്കണമേ. നിന്റെ ചിറകിന്മറവിൽ എല്ലാവരും മറക്കണമേ. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മകനായാലും മകളായാലും നീ കൂടെ ഇരുന്ന് അവരെ നീ അനുഗ്രഹിക്കണമേ. നിന്നിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ കർത്താവ് നീ തന്നെയാണ് ദൈവം എന്ന് എനിക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ വിശ്വസിപ്പാനും നിന്നെ അനുഗമിപ്പാനും കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയങ്ങൾക്ക് തന്നിട്ടുള്ള സകലരെയും സകലത്തെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രയത്നം കൊണ്ട്, ഞങ്ങളുടെ കപ്പാസിറ്റി കൊണ്ട്, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട്, ഞങ്ങളുടെ ആരോഗ്യം കൊണ്ട്, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങളൊന്നും നേടിയിട്ടില്ല കർത്താവേ. നീ ദാനമായി നൽകിയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഇന്ന് എല്ലാവർക്കും രൂപാന്തരം കൊടുക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവർക്ക് പൂർണ്ണമായി വിടുതൽ നൽകണമേ കർത്താവ്. മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവർക്ക് സന്തോഷ സമാധാനം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾ നശിച്ചു പോയി കാണുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന നീ കാണുന്നുവല്ലോ കർത്താവേ. അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ആ മക്കൾക്ക് രൂപാന്തരം നീ കൊടുക്കണമേ. ജീവിത പങ്കാളി നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് വേദനിക്കുന്ന ജീവിത പങ്കാളിയെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ കർത്താവേ. നിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ഹൃദയങ്ങളിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ നിറയ്ക്കണമേ. നിന്റെ പൈതങ്ങളെന്ന് നീ ഓർക്കണം. നിന്റെ സൃഷ്ടികളാണ് കർത്താവേ. അടിയങ്ങൾ ഓരോരുത്തരും കർത്താവെ അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ ഏറ്റെടുത്ത് വഴി നടത്തണമേ. ഞങ്ങൾ പോകുന്ന വഴികളെ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നീ ഞങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവനാണ് കർത്താവെ. പ്രലോഭനങ്ങളിൽ ഇടപെട്ട് കർത്താവെ അവിടെയും ഇവിടെയും ഓടാതെ കർത്താവെ ഞങ്ങൾ വഞ്ചിതരാകാതെ നിന്റെ തൃപ്പാദത്തിൽ അടിയുറച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ശിഷ്ട ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. തന്നിട്ടുള്ള എല്ലാ
എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. ഇറങ്ങി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം ശ്രവിച്ച എല്ലാവർക്കും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. താങ്ക് യു.